നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐഡ്രോപ്പർ ടൂളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കളർ അത് പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് ഐ. ഇപ്പോൾ ഈ ഐഡ്രോപ്പർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന കളേഴ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഗ്രീനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ രണ്ട് ബോക്സുകൾ കണ്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മേലെയുള്ളതാണ് ഫോർഗ്രൗണ്ട് കളർ, അതുപോലെ തന്നെ താഴെയുള്ളത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്. അപ്പോൾ ഈ ഫോർഗ്രൗണ്ട് കളർ മാറി വരുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് ഓരോ കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഫോർഗ്രൗണ്ട് കളർ മാറി വരുന്നുണ്ട്, കണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ കളർ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ കളർ പിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ബി ആണ് ഷോർട്ട് കട്ട് വരച്ച് കാണിക്കുകയാണ്, കണ്ടോ? വീണ്ടും ഐ അടിച്ചു, ഇത് പിക്ക് ചെയ്തു, ബി ഐ ബി. നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർഗ്രൗണ്ട് കളറിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറിലാണ് നമുക്ക് ചേഞ്ച് വേണ്ടതെങ്കിൽ ആൾട്ട് ഹോൾഡ് ചെയ്യുക, കീബോർഡിൽ ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഇപ്പോൾ അവിടെ സെലക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് രണ്ടും അല്ലാതെ വേറൊരു വഴി കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് കീബോർഡിലെ ആൾട്ട് ഷിഫ്റ്റ് ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കളർ പിക്കർ നേരിട്ട് ഇവിടെ കാണിച്ചു തരും, കണ്ടോ? ഇവിടുന്ന് ഏത് കളറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം, കണ്ടില്ലേ? ഇവിടുന്ന് ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയത് ഈ ആർട്ട് ബോർഡിൻ്റെ ഉള്ളിലുള്ള ഈ കളേഴ്സ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിന് പുറമെ നമുക്ക് പുറത്തെ ഒരു കളർ വേണമെങ്കിലും നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ആർട്ട് ബോർഡിന് പുറത്തേക്ക് വന്നു, ഇപ്പോൾ ഈ ഗ്രേ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്, കണ്ടോ? പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ ആ കളർ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ മൗസ് ഇങ്ങോട്ട് കൊണ്ടുപോകണം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ടൂൾ ഇപ്പോൾ ഹൈഡായി പോയി. നമുക്ക് ഇവിടെ നിന്നുള്ളൊരു കളറാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അത് ഹോൾഡ് ചെയ്തിട്ട് തന്നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് തന്നെ ഇപ്പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുള്ള കളറുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർഗ്രൗണ്ട് കളർ മാറി വരുന്ന കണ്ടില്ലേ? ഇനിയിപ്പോൾ ഫോട്ടോഷോപ്പിന് പുറത്തുള്ളൊരു കളർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുക. അതിനും സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. അതായത് ഹോൾഡ് ചെയ്തിട്ട് തന്നെ പുറത്തേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോഷോപ്പ് ഒന്ന് മിനിമൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കളറ് വേറെ സെലക്ട് ആവുന്ന നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? കളർ അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ശ്രദ്ധിക്കുക, ഷോ സാമ്പിളിംഗ് റിംഗ് എന്നുകൊണ്ട് കാണാം. ആ ടിക്ക് ഇവിടെ ഓണാക്കി കൊടുക്കണം. അതിനുശേഷം താഴെ വന്നിട്ട് ഇവിടെ ഒരു കളറ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തൊരു ഗ്രീൻ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മളിപ്പോൾ കറൻ്റ്ലി നമ്മൾ ഏത് കളറിലാണോ ക്ലിക്ക് ചെയ്യണത് ആ കളറാണ് മേൽഭാഗത്ത് വരിക. ഇനി ഞാൻ വേറൊരു കളറിലും കൂടി ക്ലിക്ക് ചെയ്യാം. റെഡിൽ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഗ്രീൻ താഴെ പോയി. അതായത് പ്രീവിയസ് കളർ, നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്തിട്ടുള്ള കളർ താഴെയും ഇപ്പോൾ കറൻ്റ്ലി ഏതാണോ ക്ലിക്ക് ചെയ്യണത് അത് മേൽഭാഗത്തുമായിട്ട് വന്നിട്ടുണ്ട്. ഈ കളറുകൾ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാനൊക്കെ ഈ സാമ്പിളിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഈസിയാണ്. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് നീക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ കളറുകൾ ഒന്നും കൂടി മാച്ച് ചെയ്ത് നോക്കാനൊക്കെ ഒന്നും കൂടെ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ശ്രദ്ധിക്കുക, സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിന് നേരെയായിട്ട് ഇവിടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതായത് പോയിന്റ് സാമ്പിൾ, അതുപോലെ 3x3 ആവറേജ്, 5x5 ആവറേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് ഇതിലുണ്ടായിരുന്നത് പോയിന്റ് സാമ്പിളിലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഈ ഇമേജ് ഒന്ന് സൂം ചെയ്യാണ്. പിന്നെ മാക്സിമം ഞാൻ സൂം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എഡ്ജിൽ ശ്രദ്ധിക്കുക, ഇത് കുറേ പിക്സൽസ് നമുക്കിപ്പോൾ കാണാനുണ്ട് ഇപ്പോൾ ഇതിൽ. അപ്പോൾ ഇത് ഈ സർക്കിളിൻ്റെ എഡ്ജാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോയിന്റ് സാമ്പിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പോയിന്റ് സാമ്പിൾ ഇട്ടിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് കളറാണോ എക്സാക്റ്റ്
ആ കളറാണ് നമുക്ക് എടുക്കുക. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറാണ് എക്സാക്ട്ലി ഇവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇത് അവിടെ നിന്ന് ചെറുതായിട്ട് ഫെയ്ഡ് ഔട്ട് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു ആ കളറ് പുറത്ത്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കളറ് എക്സാക്ട് ഏത് കളറാണോ ആ കളറാണ് എടുക്കുന്നത്. നേരെ മറിച്ച് ഈ 3x3 ഇട്ടു, 3x3 ഇട്ടിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റുമുള്ള 3 പിക്സൽ ഹൊറിസോണ്ടലായിട്ടും 3 പിക്സൽ വെർട്ടിക്കലായിട്ടുള്ള, അതായത് ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു വെക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയറാണ് എടുക്കുക, അതായത് 3x3. മനസ്സിലായില്ലേ? അതായത് 3 പിക്സൽ ഹൊറിസോണ്ടലും 3 പിക്സൽ വെർട്ടിക്കലും ആയിട്ടുള്ള ഇങ്ങനെ ഒരു സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് കളറാണ് കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പോൾ നോക്കിയത് 3x3 ആണ്. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ഓരോ ഓപ്ഷൻസും ഉള്ളത്. അതായത് നമ്മൾ 5x5, 11x11 അങ്ങനെ അതിന്റെ എല്ലാം അത് അത്രയും പിക്സലുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് കളർ നമുക്ക് കാണിച്ചു തരും. പിന്നെ അടുത്തത് സെക്കൻഡ് ടൂൾ, അതായത് 3D മെറ്റീരിയൽ ഐഡ്രോപ്പർ ടൂൾ. ഐ തന്നെയാണ് അതിന്റെ ഷോർട്ട് കട്ട്. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയിരുന്ന ഈ ടൂൾ ഐഡ്രോപ്പർ ടൂൾ വെച്ചിട്ട് നമുക്ക് കളറാണ് നമ്മൾ പിക്ക് ചെയ്തത്. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇമേജിനെ തന്നെ നമുക്ക് ടോട്ടലി പിക്ക് ചെയ്തിട്ട് നമുക്കൊരു 3D ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഒരു പിക്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ടൂൾ സെലക്ട് ചെയ്തു, അതിനുശേഷം 3Dയിൽ പോവാണ്. 3Dയിൽ പോയിട്ട് ഇവിടെ ന്യൂ മെഷ് ഫ്രം ലെയർ എന്ന് കാണാം. അതിൽ മെഷ് പ്രീസെറ്റ്, അവിടെ നിന്ന് പിരമിഡ് സെലക്ട് ചെയ്തു. അപ്പൊ 3D വർക്ക് സ്പേസിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അതിനുശേഷം മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് ഈ മേലെയുള്ള ഈ ടൂൾ സെലക്ട് ചെയ്യാം. 3D മോഡിലെ ഫസ്റ്റത്തെ നീക്കി വയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഒരു പിരമിഡ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ടെക്സ്ചർ ഇവിടെ ഒരു സൈഡ് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഈ 3 സൈഡും ബ്ലാങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത്, അവിടെ ടെക്സ്ചർ ഇല്ല. അപ്പോൾ അവിടെയും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടൂൾ സെലക്ട് ചെയ്യുകയാണ്. 3D മെറ്റീരിയൽ ഐഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്തു. ഇനി ഇതിൽ പിക്ക് ചെയ്യണം. ഈ സൈഡിൽ നിന്നാണ് പിക്ക് ചെയ്യണത്. പിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ വരും. അതിന് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ഈ റേസർ ടൂളിൻ്റെ താഴെയായിട്ട് 3D മെറ്റീരിയൽ ഡ്രോപ്പ് ടൂൾ എന്ന് കാണാം. ജി ആണ് ഷോർട്ട് കട്ട്. സെലക്ട് ചെയ്തു ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഈ ഒരു സൈഡ് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ടൂൾ എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യാം. വീണ്ടും 3D മെറ്റീരിയൽ ഡ്രോപ്പ് ടൂൾ സെലക്ട് ചെയ്തു. ഈ സൈഡും അപ്ലൈ ചെയ്തു, ഈ സൈഡും അപ്ലൈ ചെയ്തു. ഇപ്പം എല്ലാ സൈഡിലും ഈ ടെക്സ്ചർ വന്നിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, കണ്ടില്ലേ? ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇമേജ് ആയിട്ട് സേവ് ചെയ്യാം. അതിനായിട്ട് സേവ് ആസ് JPG ഫോർമാറ്റിൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ടൂളാണ് കളർ സാമ്പിളർ ടൂള്. സെലക്ട് ചെയ്തു. ഷോർട്ട് കട്ട് ഐ തന്നെയാണ്. ശേഷം ഞാൻ ഈ ഒരു കളറിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു പിന്ന് അറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു നമ്പറും വന്നിട്ടുണ്ട്, 1 തൊട്ട് നമ്പറും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൂൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പിന്നിരിക്കുന്ന ആ ഒരു സ്ഥലമില്ലേ, അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഒരു കളറിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ പൊസിഷനും എല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇൻഫോ എന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്. അതായത് F8 ആണ് എൻ്റെ ഷോർട്ട് കീ. ഇത് കണ്ടില്ലേ, വിൻഡോയിൽ ഇൻഫോ. അപ്പോൾ ഈ ഒരു പിന്നിരിക്കുന്ന ഈ സ്ഥലത്തെ RGB വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. #1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ സെക്കൻഡ് കളറിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഉണ്ടോ, ഇവിടെ 2 എന്ന് പറഞ്ഞിട്ട് ആഡ് ആയിട്ടുണ്ട്, വേറൊരു പിന്നെ കൂടെ ആഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. #2 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ RGB വാല്യൂ എന്ന് പറയുന്നത് റെഡ് 254ഉം അതുപോലെ തന്നെ ഗ്രീന് 165ഉം ആണ്. ഇനി പിന്നിനെ വേണമെങ്കിൽ നമുക്ക് നീക്കി വെക്കാൻ പറ്റും. നീക്കി വെക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. അതിൻ്റെ മേൽഭാഗത്ത് നമുക്ക് കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ചേഞ്ച് ആവണം. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, X ആക്സിസും Y ആക്സിസും അതിൻ്റെ വാല്യൂ ആണ് കാണിക്കുന്നത്, അതിൻ്റെ മേൽഭാഗത്തായിട്ട് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇത് മൂവ് ചെയ്യുമ്പോൾ
ആ വാല്യൂ മാറുന്നത് കണ്ടില്ലേ. ഇനി അതേപോലെ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഈ തേർഡ് കളറിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ അതിന്റെ ഡീറ്റെയിൽ കാണിക്കുന്നു, ഈ കളറിന്റെ വാല്യൂ, അതായത് RGB വാല്യൂ. ഇനി ഇതിന്റെ CMYK വാല്യൂ ആണ് വേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ CMYK ഇത്രയും കളർ, ലാബ് കളറിലും HSBയും വെബ് കളറും, ഇതിന്റെ ഏതിന്റെ വാല്യൂ ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ CMYK സെലക്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ CMYK, ഇപ്പൊ ഈ ഒരു ഗ്രീനിന്റെ CMYK കളർ വാല്യൂ ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പിന്നെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ ഫോട്ടോഷോപ്പിന്റെ CS6 ആണ്. അപ്പോൾ ഇതിൽ ഒരു സമയം തന്നെ 4 പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ CCയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 പിന്നെ വരെ ആഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ 4 പിന്നെ വരെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക. പിന്നെ അടുത്തതായിട്ട് നോക്കാനുള്ള ടൂളാണ് റൂളർ ടൂള്. അതിൽ തന്നെയാണ് ഷോർട്ട് കട്ട്. സെലക്ട് ചെയ്തു. നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഏത് പൊസിഷനിലാണുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് തുടങ്ങിയ ഇൻഫോർമേഷൻസ് ഒക്കെയാണ് നമുക്ക് ഈ റൂളർ വഴി കിട്ടുന്നത്. അത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുക, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഒരു ജസ്റ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് സ്ട്രൈറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, വരച്ചു. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് ബാർ നോക്കുക. ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ഇവിടെ കുറേ ഇൻഫോർമേഷൻസ് വന്നിട്ടുണ്ട്. X ആക്സിസ്, XY, അതുപോലെ തന്നെ W എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. X എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൊറിസോണ്ടൽ പൊസിഷനാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ Y എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെർട്ടിക്കൽ പൊസിഷൻ, W അതിൻ്റെ വിഡ്ത്ത്. പിന്നെ ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ അതിനെ വിഡ്ത്ത് ആയിട്ടും, അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യും. ഇനി ഞാൻ ഈ ലൈനിനെ ഒന്ന് നീക്കി വെക്കുകയാണ്. അപ്പം എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഈ വാല്യൂ ഇവിടെ ചേഞ്ച് ആവണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കേട്ടോ, ഇപ്പം ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ടാണ്, വെർട്ടിക്കൽ ആയിട്ടാണ് നീങ്ങുന്നത്. അപ്പം അതിൻ്റെ വാല്യൂവിന് ചേഞ്ച് വരണം ശ്രദ്ധിക്കുക. ഞാൻ ഷിഫ്റ്റ് ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഇപ്പം കണ്ടോ, Xഉം Yയും ഇപ്പം അതിൻ്റെ പൊസിഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പിടിച്ചിട്ട് നമുക്ക് എവിടേക്കാന്ന് വെച്ചിട്ട് പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ എൻഡ് പോയിന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ റൂളർ വരയ്ക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആണെങ്കിൽ, അതായത് ലെഫ്റ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റിലേക്ക് വരയ്ക്കുമ്പോൾ അതിന് പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് ഈ വിഡ്ത്ത് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിട്ടില്ലേ 431 വിഡ്ത്ത് പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് കാണാം, -431 എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ റൂളർ വരയ്ക്കുകയാണ്. ഇനി ഒരെണ്ണം കൂടെ വരയ്ക്കുകയാണ്. ഒന്നുകൂടെ വരയ്ക്കുമ്പോൾ നേരത്തെ വരച്ചിട്ടുള്ള ആ റൂളർ ഡിസപ്പിയർ ആയിട്ടുണ്ട്. ഇനി ഇതിന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മേൽഭാഗത്ത് ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഈ ടോപ്പിൽ ഇതിൻ്റെ ആംഗിൾ എത്രയെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈൻ ഇവിടെ വരച്ചു കൊടുക്കുകയാണ്. റൂളർ ഇവിടെ വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഈ A എന്ന് പറയില്ലേ, അത് ആംഗിളാണ്. 35.4 ആണ് ഈ ഒരു ആംഗിള്. റൂളർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിന് മേൽഭാഗത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് റൂളർ ഗൈഡാണ്. അതിന് നമുക്ക് ഇതിപ്പോൾ പിക്സൽസിലാണ് കാണിക്കേണ്ടത്. നമുക്ക് ഇഞ്ചസിലോ സെന്റിമീറ്റേഴ്സിലോ മില്ലിമീറ്റേഴ്സിലോ ഏത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+R ആണ്. വ്യൂവിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും റൂളേഴ്സ്, Ctrl+R. പിന്നെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് കറക്റ്റ് അലൈൻ ആയിട്ടല്ല ഇരിക്കുന്നത്. ഇതിപ്പോൾ ഈ ബുക്ക് ഇരിക്കുന്നത് കുറച്ച് ചെരിഞ്ഞിട്ടൊക്കെ അല്ലേ ഇരിക്കുന്നത്. അത് കറക്റ്റ് അലൈൻ ചെയ്തിട്ട് അത് സ്ട്രൈറ്റൻ ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ റൂളർ എടുത്തിട്ട് ഇവിടെ വരച്ചു കൊടുക്കണം. ടോപ്പിൽ ഇങ്ങനെ വരച്ചു. അതിനുശേഷം ഇവിടെ ഒരു ബട്ടൺ കാണാം, സ്ട്രൈറ്റൻ ലെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, അത് സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് നോട്ട് ടൂള്. അതിൽ തന്നെയാണ് ഷോർട്ട് കട്ട്. സെലക്ട് ചെയ്തു. എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക്
ടൈപ്പ് ചെയ്തിട്ട് അത് സൂക്ഷിക്കാൻ പറ്റും. ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു നോട്ട് പാഡ് പോലൊരു സംഭവം വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് വേണം കൊടുക്കാം. എന്താണ് നമ്മൾ ചെയ്യാൻ പോണ സംഗതി. ഇനി വീണ്ടും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. അതിന് ഒരു പേര് കൊടുക്കണം. ഇവിടെ നോട്ട് 1 എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ കളർ, അത് അയക്കേണ്ട കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കളർ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഇപ്പുറത്തുള്ള ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട്, നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ തന്നെ ചേഞ്ച് കളർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ക്ലോസ് ചെയ്തു. ഈ നോട്ട് ഇവിടെ നിന്ന് നീക്കി വെക്കാനൊക്കെ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് വർക്കിൻ്റെ ഇടയിൽ നമുക്ക് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് നമ്മൾ ഇത് ഉദ്ദേശിച്ചെന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ആൾ കൊടുത്താൽ മതി. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളെ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.